പാലക്കാട് അട്ടപ്പാടിയിലെ പരിസ്ഥിതി പ്രവർത്തകൻ സുകുമാരൻ അട്ടപ്പാടി അറസ്റ്റിൽ. കോയമ്പത്തൂർ ഗാന്ധിപുരം പോലീസാണ് അഗളിയിൽ നിന്ന് സുകുമാരനെ അറസ്റ്റ് ചെയ്തത്. ഷോളയൂരിലെ കോയമ്പത്തൂർ സ്വദേശി വാങ്ങിയ ഭൂമി ആദിവാസി ഭൂമിയാണെന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിനാണ് അറസ്റ്റ്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, എപ്പോഴാണ് ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നത്? മറ്റു വിശദാംശങ്ങൾ. അജി, ഇന്ന് രാവിലെ അഗളി ടൗണിലേക്ക് പാല് വാങ്ങാനായി ഇറങ്ങിയ സുകുമാരൻ അട്ടപ്പാടിയെയാണ് ഈ ഗാന്ധിപുരം പോലീസ് കസ്റ്റഡിയിലെടുത്ത് കൊണ്ടുപോയത്. എന്ത് കേസിലാണ് എന്ന് ആദ്യം ഒരു വ്യക്തതയും ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് ഈ പോലീസ് ഈ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത്. ഈ ഷോളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ, അതായത് അട്ടപ്പാടിയിൽ ഉൾപ്പെടുന്ന, കേരളത്തിൽ ഉൾപ്പെടുന്ന ഷോളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ഈ ഗാന്ധിപുരം സ്വദേശികളായ ആളുകൾ ഭൂമി വാങ്ങിയിരുന്നു. ഈ ഭൂമി ആദിവാസി ഭൂമിയാണെന്നും ആദിവാസി ഭൂമി നിയമം കാറ്റിൽ പറത്തി ഈ ഭൂമാഫിയ കയ്യേറ്റം ചെയ്യുകയാണ് എന്നുള്ള ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് സുകുമാരൻ അട്ടപ്പാടി ഇട്ടിരുന്നു. ഇതിലാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, അട്ടപ്പാടി കേരളത്തിന്റെ ഭാഗമായ സ്ഥലത്ത് ഈ സുകുമാരൻ അട്ടപ്പാടി അഗളി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജീവിക്കുന്ന ആളാണ്. തൊട്ടപ്പുറത്ത് ഷോളയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഒരു വിഷയത്തെ സംബന്ധിച്ചാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത്. അതിനാണ് തമിഴ്നാട്ടിലെ മറ്റൊരു സംസ്ഥാനത്തിന്റെ പോലീസ് വന്ന് ഈ പരിസ്ഥിതി പ്രവർത്തകനായ സുകുമാരൻ അട്ടപ്പാടിയെ പിടിച്ചു കൊണ്ടുപോയിരിക്കുന്നത്. ഇതിൽ ഈ ആദിവാസി ഭൂമി കയ്യേറ്റവുമായി ബന്ധപ്പെട്ട് നിരന്തരം അദ്ദേഹം ഈ ആദിവാസികൾക്കൊപ്പം നിൽക്കുകയും ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയും മറ്റും ചെയ്യുന്ന വ്യക്തിയാണ്. ഇന്നലെ നെഞ്ചിയമ്മയുടെ ഈ ഭൂമി പ്രശ്നത്തിൽ തഹസിൽദാർ വിളിച്ച യോഗത്തിലും സുകുമാരൻ അട്ടപ്പാടി പങ്കെടുത്തിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ഇദ്ദേഹത്തിന്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പേരിൽ മാത്രം തമിഴ്നാട് പോലീസ് വന്ന് പിടിച്ചുകൊണ്ടുപോയ വിഷയത്തെ കാണേണ്ടത്. ഇത് ഈ കേരള പോലീസിനെ അറിയിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും വലിയ ഒരു കേസിലെ, ക്രിമിനൽ കേസിലെ പ്രതികളെ കൊണ്ടുപോകുന്ന രൂപത്തിലാണ് തമിഴ്നാട് പോലീസ്, കോയമ്പത്തൂർ ടൗണിലെ ഗാന്ധിപുരം പോലീസ് ഈ സുകുമാരൻ അട്ടപ്പാടിയെ പിടിച്ച് കൊണ്ടുപോയിരിക്കുന്നത്. ഒപ്പം തന്നെ സാജിദ്, ആദിവാസി ഭൂ കയ്യേറ്റത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ഈ സുകുമാരൻ അട്ടപ്പാടി. അതുകൊണ്ട് തന്നെ നിരവധി തമിഴ്നാട്ടുകാർ ഈ ഇദ്ദേഹത്തിനെതിരെ കേസ് കൊടുത്ത ഒരു പശ്ചാത്തലം കൂടിയുണ്ട്. അപ്പോൾ ഈ കേസുകളുടെയൊക്കെ ഭാഗമായിട്ടാണോ ഈ അറസ്റ്റ് എന്ന് ഇപ്പോൾ നമുക്ക് കരുതാൻ കഴിയുമോ? ഈ അട്ടപ്പാടിയിലെ ആദിവാസി ഭൂമി കയ്യേറ്റം എന്നുള്ളത് ഈ പതിറ്റാണ്ടുകളായുള്ളൊരു സംഭവമാണ്. ഇതിൽ ആദിവാസി സംഘടനകൾ ശക്തമായി പ്രതിഷേധിക്കാറുണ്ട്. ആദിവാസി അല്ലാത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു പ്രധാനമായും ഈ വിഷയങ്ങളിൽ അട്ടപ്പാടിയിൽ ഇടപെടുന്ന ആൾ സുകുമാരൻ അട്ടപ്പാടിയാണ്. ഇദ്ദേഹം നിരന്തരം ഈ വിഷയം ഉന്നയിക്കുകയും ഈ മാധ്യമങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയും അതുപോലെ തന്നെ സാമൂഹ്യ മാധ്യമങ്ങൾ പോസ്റ്റ് ഇടുകയും ഈ നിയമസഹായം ചെയ്യാറും ഉണ്ട്. അദ്ദേഹത്തിനെതിരെ പല രീതിയിലുള്ള ഡിഫമേഷൻ കേസുകൾ, അപകീർത്തി കേസുകളും മറ്റും പലരും കൊടുത്തിട്ടുണ്ട്. ഇത് പ്രത്യേകമായി ഷോളയൂരിൽ ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഒരു ഭൂമി ഈ തമിഴ്നാട് സ്വദേശികൾ, കോയമ്പത്തൂർ സ്വദേശികൾ വാങ്ങിയിരുന്നു. ഈ ഭൂമി ആദിവാസി ഭൂമിയാണെന്നും ആദിവാസി ഭൂമി ഈ ഭൂമാഫിയ, തമിഴ്നാട്ടിൽ നിന്നുള്ള ഭൂമാഫിയ കയ്യേറ്റം ചെയ്യുകയാണ് എന്നുള്ളൊരു FB പോസ്റ്റ് ഇട്ടിരുന്നു. ഇതിന്റെ പേരിലാണ് ഇപ്പോൾ അദ്ദേഹത്തെ ഈ ഗാന്ധിപുരം പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിരിക്കുന്നത്. സുകുമാരൻ അട്ടപ്പാടി കസ്റ്റഡിയിലായിരിക്കുന്നു. പാലക്കാട് അട്ടപ്പാടിയിലെ പരിസ്ഥിതി പ്രവർത്തകനാണ് സുകുമാരൻ അട്ടപ്പാടി. കോയമ്പത്തൂർ ഗാന്ധിപുരം പോലീസാണ് ഇദ്ദേഹത്തെ കസ്റ്റഡിയിലെടുത്തത്. ഇന്ന് രാവിലെ അഗളിയിൽ വെച്ചാണ് സുകുമാരനെ പിടിച്ചുകൊണ്ട് പോയത്. പാല് വാങ്ങാൻ വേണ്ടി രാവിലെ വീടിന് പുറത്തിറങ്ങിയ സുകുമാരനെ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയായിരുന്നു. തമിഴ്നാട് പോലീസാണ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ആദിവാസി ഭൂമി കയ്യേറ്റത്തിനൊക്കെ നിരന്തരമായ ശബ്ദമുയർത്തുന്ന വ്യക്തി കൂടിയായിരുന്നു സുകുമാരൻ അട്ടപ്പാടി. കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയിലാണ് നിലവിൽ ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഷോളയൂരിൽ കോയമ്പത്തൂർ സ്വദേശി വാങ്ങിയ ഭൂമി ആദിവാസി ഭൂമിയാണ് എന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് തമിഴ്നാട് പോലീസ് പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സുകുമാരൻ അട്ടപ്പാടിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. വിവരങ്ങൾ നൽകുകയായിരുന്നു സാജിദ് അജ്മൽ പാലക്കാട് നിന്നും. ഇന്ന് രാവിലെയാണ് അദ്ദേഹത്തെ, സുകുമാരൻ അട്ടപ്പാടിയെ, പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സുകുമാരൻ അട്ടപ്പാടിയെ പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത്. ആദിവാസി ഭൂസമരങ്ങൾക്കൊക്കെ നേതൃത്വം കൊടുത്ത വ്യക്തി കൂടിയാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. കോയമ്പത്തൂർ സ്വദേശിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിൻ്റെ പേരിലാണ് അദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് എടുത്തു പറയേണ്ടത്.
ഇപ്പോൾ ആദിവാസി നേതാവ് VS മുരുകൻ നമ്മോടൊപ്പം ചേരുകയാണ്. ശ്രീ VS മുരുകൻ, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതിന്റെ പേരിലാണ് അദ്ദേഹത്തെ, പരിസ്ഥിതി പ്രവർത്തകൻ കൂടിയായ സുകുമാരനെ ഇന്ന് അറസ്റ്റ് ചെയ്തത്, അതും തമിഴ്നാട് പോലീസ്. എന്താണ് ഈ ഘട്ടത്തിൽ താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? സുകുമാരൻ അട്ടപ്പാടിയെ പോലുള്ള പിന്നെ ഒരു ജനസേവകൻ നടത്തുന്ന ഒരു വ്യക്തിയെ ഇത്തരത്തിൽ വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടുള്ള ഒരു അറസ്റ്റ് നടപടിയാണ്. ഇതിൽ ഞങ്ങൾ ശക്തമായിട്ടുള്ള പ്രതിഷേധമുണ്ട്. കാരണം അട്ടപ്പാടി പോലുള്ള ഭൂപ്രദേശത്ത് ആദിവാസികളുടെ ഭൂമി പ്രശ്നങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ സങ്കീർണമാണ്. സർക്കാരിന്റെ ഭാഗത്തിൽ നിന്നും നീതിപൂർവമായിട്ടുള്ള നടപടികളും ഇടപെടലുകൾ ഉണ്ടാവുന്നില്ല. അത്തരമൊരു സാഹചര്യത്തിൽ അട്ടപ്പാടി പോലുള്ള പ്രദേശത്ത് സുകുമാരൻ, അതുപോലെ തന്നെ TR ചന്ദ്രൻ, അങ്ങനെ ഞങ്ങൾ കുറച്ച് ആദിവാസി സംഘടനകളെല്ലാം ഇന്നും സജീവമാണ്. എങ്കിലും ഞങ്ങളെല്ലാം ഇത്തരത്തിൽ പ്രതികരിക്കുന്നവരെ, ആദിവാസികൾക്ക് വേണ്ടി, ആദിവാസികളുടെ അവകാശങ്ങൾക്ക് വേണ്ടി പ്രതികരിക്കുന്ന ആളുകളെ വളരെ ഗൂഢാലോചനയുടെ ഭാഗമായിട്ട് ഉദ്ദേശപൂർവ്വം അറസ്റ്റ് ചെയ്യുക, അല്ലെങ്കിൽ അവരെ ഉന്മൂലനം ചെയ്യണമെന്നുള്ള വളരെ തന്ത്രപൂർവമായിട്ടുള്ള ഇടപെടലുകൾ അട്ടപ്പാടിൽ സജീവമാണ്. കാരണം സ്വകാര്യ ഭൂമാഫിയകൾ അഴിഞ്ഞാടിക്കൊണ്ടും ആദിവാസി ഭൂമി ഉൾപ്പെടെയുള്ള വളരെ കണ്ണായ ഭൂപ്രദേശങ്ങൾ കയ്യേറ്റം നടത്തി അനധികൃതമായി തട്ടിയെടുത്തുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വളരെ സങ്കീർണമാണ്. ആയതിന്റെ പ്രശ്നത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. കേരള സർക്കാരും സംവിധാനങ്ങൾ അട്ടപ്പാടി പോലുള്ള ആദിവാസി മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ സമയബന്ധിതമായും നിയമത്തെ മാനിച്ചുകൊണ്ട് അത് അഡ്രസ് ചെയ്യുവാൻ നാളുവരെ കഴിഞ്ഞിട്ടില്ല. അത് പൂർണ്ണ പരാജയമാണ്. അപ്പോ ഇന്ന് സുകുമാരന്റെ അട്ടപ്പാടി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് പ്രശ്നം നാളെ ഇത് എല്ലാ മേഖലയിലേക്കും വ്യാപിക്കും. പ്രതികരിക്കുന്ന ആദിവാസി നേതാക്കന്മാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ അറസ്റ്റ് ചെയ്യാൻ ഇത്തരത്തിലേക്ക് മാഫിയകളുടെ പ്രവർത്തനങ്ങൾ വ്യാപിക്കുമെന്നുള്ള ആശയം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് തന്നെ സുകുമാരൻ അട്ടപ്പാടിയെ അദ്ദേഹം ചെയ്തിട്ടുള്ള തെറ്റ് എന്താണോ അതിന്റെ അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് നീതിപൂർവമായിട്ടുള്ള ഒരു ഇടപെടലാണ് വേണ്ടത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് കൊണ്ട് ഒരാളെ അറസ്റ്റ് ചെയ്യുന്നത് നിയമവിരുദ്ധമായിട്ടുള്ള നടപടിയാണ്. VS മുരുകൻ, ഞാനൊരു ചോദ്യം കൂടെ ചോദിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ഈ അറസ്റ്റിന് പിന്നിൽ ഈ ഭൂമാഫിയുടെ ഇടപെടൽ ഉണ്ടോ എന്ന് താങ്കൾ സംശയിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് അട്ടപ്പാടിയിൽ നിന്ന് അധോലോക ഭൂമാഫിയകളെ അവിടെ അഴിഞ്ഞാടാൻ അനുവദിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്ഥാന സർക്കാർ സംവിധാനങ്ങളാണ്. അവിടെ രാഷ്ട്രീയ പാർട്ടികൾ, ലോക്കൽ രാഷ്ട്രീയ പാർട്ടികൾ ഇന്ന് അവരുടെ എല്ലാം ഇടപെടല് ഇന്ന് ആദിവാസി മേഖലയിൽ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ആദിവാസികൾക്ക് വേണ്ടി ശബ്ദമുയർത്തുന്ന ആളുകളെ ഇല്ലാതാക്കുവാനും അല്ലെങ്കിൽ അവരെ അറസ്റ്റ് ചെയ്ത് തടങ്കൽ ഇടാൻ വേണ്ടിയിട്ടുള്ള പരിപാടി വളരെ സജീവമാണ്. ഭൂമാഫികളെ അവരുടെ പേരിൽ നടപടിയെടുക്കുവാനും അവരെ ശരി, വളരെയധികം നന്ദിയുണ്ട് ശ്രീ VS മുരുകൻ ഈ ഘട്ടത്തിൽ ഞങ്ങളോട് പ്രതികരിച്ചതിന്.